എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൈറ്റ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ മജന്ത ഫിൽറ്റർ, ദെൻ ത്രൂ എ യെല്ലോ ഫിൽറ്റർ ആൻഡ് ഫൈനലി ത്രൂ എ റെഡ് ഫിൽറ്റർ ആൻഡ് പ്രൊജക്റ്റഡ് ഓൺ ടു എ വൈറ്റ് ബോൾ. അതായത് ഒരു വൈറ്റ് ലൈറ്റ് ഉണ്ടല്ലോ, ഒരു മജന്ത ഫിൽറ്ററിലൂടെയും അതുപോലെ യെല്ലോ ഫിൽറ്ററിലൂടെയും അതുപോലെ റെഡ് ഫിൽറ്ററിലൂടെയും കടന്നു പോകുന്നു. എന്നിട്ട് എങ്ങനെയാണ് ഒരു വൈറ്റ് ബോളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു വെളുത്ത ചുമരിൽ അവിടെ പതിപ്പിക്കുന്നു. എങ്കിൽ വിച്ച് കളേഴ്സ് ഓഫ് ലൈറ്റ് വിൽ പാസ് ത്രൂ ദ മജന്ത ഫിൽറ്റർ? വൈ? അതായത് മജന്ത ഫിൽറ്ററിലൂടെ കടന്നു വരുന്ന പ്രകാശവർണ്ണങ്ങൾ ഏതെല്ലാമായിരിക്കും, എന്തുകൊണ്ട്? അപ്പം എങ്ങനെ പറയാം? നമുക്കറിയാം മജന്ത എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കളർ ചേരുന്നതാണ്? മജന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡും ബ്ലൂവും കൂടെ ചേർന്നാണ് മജന്ത, ഇല്ലേ? റെഡ് ആൻഡ് ബ്ലൂ ആണ് മജന്ത എന്ന് പറയുന്നത്. വൈറ്റ് ലൈറ്റിൽ എന്തുണ്ട്? റെഡ്, ബ്ലൂ, അതുപോലെ തന്നെ ഗ്രീൻ, ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വൈറ്റ് ലൈറ്റ് കിട്ടുന്നത്. അവത്തിലെ റെഡും ബ്ലൂവും, ഇല്ലേ? റെഡും ബ്ലൂവും കൂടെ ചേർന്നാണ് മജന്ത എന്ന് പറഞ്ഞത്. അപ്പം ഈ വൈറ്റ് ലൈറ്റാണ് നമ്മൾ കടത്തി വിടുന്നില്ല, വൈറ്റ് ലൈറ്റാണ് കടത്തി വിടുന്നത്. വൈറ്റ് ലൈറ്റിൽ റെഡ്, ബ്ലൂ, ഗ്രീനും ഉണ്ട്, അല്ലേ? അപ്പോൾ അതെന്താണ്? വൈറ്റ് ലൈറ്റ് ഏതിലൂടെ കടത്തിവിടുന്നത്? മജന്തയിലൂടെ കടത്തിവിടുന്നത്. മജന്ത എന്ന് പറയുമ്പോൾ ഏതാണ്? റെഡും ബ്ലൂവും കൂടെ ചേർന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ്? മജന്ത ഫിൽറ്ററിലൂടെ കടന്നു വരുന്ന പ്രകാശവർണ്ണങ്ങൾ ഏതൊക്കെയായിരിക്കും? റെഡും ബ്ലൂ ആയിരിക്കും കടന്നു വരുന്നത്. മനസ്സിലായല്ലോ? അതിന് കാരണം എന്താണ്? മജന്ത എന്ന് പറഞ്ഞിരിക്കുന്നത് റെഡും ബ്ലൂവും, ഇല്ലേ? അത് ചേർന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഫിൽറ്ററിലൂടെ കടന്നു പോകുമ്പോൾ, മജന്ത ഫിൽറ്ററിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്ന കളർ ഏതൊക്കെയായിരിക്കും? ചുവപ്പും നീലയും ആയിരിക്കും. Then B പാർട്ട്, വിച്ച് കളർ വിൽ ഫോൾ ഓൺ ദ വൈറ്റ് വോൾ? വൈ? അതായത് വെളുത്ത ചുവരിൽ ഏത് വർണ്ണമായിരിക്കും പതിക്കുന്നത്? നമുക്കറിയാം വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റിൽ റെഡ്, ബ്ലൂ, ഗ്രീൻ ഉണ്ട്. ഇത് മൂന്നും ഉണ്ടല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ റെഡ്, ബ്ലൂ, ഗ്രീൻ ചേർന്നതാണ്. അപ്പോൾ ആദ്യം ഏതാണ്? മജന്ത ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നു, അല്ലേ? ആദ്യം ഏതാണ്? മജന്ത ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നു. മജന്ത ഫിൽറ്ററിൽ എന്തുണ്ട്? റെഡും ബ്ലൂവും ഉണ്ട്. മനസ്സിലാവുന്നല്ലോ? അപ്പം റെഡും മജന്ത എന്ന് പറഞ്ഞിരിക്കുന്നത് റെഡും ബ്ലൂവും ചേർന്നതാണ്. അപ്പം മജന്ത ഫിൽറ്ററിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിൽ റെഡ് ആയിരിക്കും പുറത്തൂടെ പോകുന്നത്, അല്ലേ? അപ്പോൾ അതിൽ ചുവപ്പ് നിറമായിരിക്കും പോകുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈ റെഡ് പിന്നെ അടുത്ത ഏതിലൂടെ കടന്നു പോകുന്നു? മഞ്ഞ, ഇല്ലേ? മഞ്ഞ ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നു, യെല്ലോ ഫിൽറ്ററിലൂടെ കടന്നു പോകും. അപ്പോൾ യെല്ലോ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ചേർന്നാണ്? റെഡും അതുപോലെ തന്നെ ഗ്രീനും ചേർന്നതാണ് യെല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയാകുമ്പം യെല്ലോ ഫിൽറ്ററുടെ ഏത് കളർ പോവും? റെഡ് കളർ ആയിരിക്കും പുറത്തോട്ട് പോകുന്നത്. മനസ്സിലാവുന്നല്ലോ? പിന്നെ എന്താണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്? റെഡ് ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ റെഡ് കളർ പിന്നെ എന്താണ്? റെഡ് ഫിൽറ്ററിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഫൈനലി നമുക്ക് ഏത് കളറായിരിക്കും അവിടെ കിട്ടുന്നത്? റെഡ് കളറായിരിക്കും കിട്ടുന്നത്. മനസ്സിലായല്ലോ? മജന്ത ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നുണ്ട്. മജന്തയിൽ റെഡും ബ്ലൂവും ഉണ്ട്. അപ്പോൾ എന്താണ്? റെഡാണ് പുറത്തോട്ട് പോകുന്നത്. പിന്നെ ആ റെഡ് യെല്ലോ ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നു. അപ്പം യെല്ലോയിൽ റെഡും ഗ്രീനും ഉണ്ട്. അപ്പോൾ പിന്നെയും പുറത്തോട്ട് പോകുന്ന ഏതായിരിക്കും? റെഡ് ആയിരിക്കും പുറത്തോട്ട് പോകുന്നത്. പിന്നെ ആ റെഡ് എങ്ങനെയാണ്? അടുത്ത റെഡ് ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് റെഡ് കളർ തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതാ നോക്കട്ടോ. ആദ്യത്തെ കേസിൽ ചോദിച്ചിട്ടുണ്ട് മജന്ത ഫിൽറ്ററിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് കാണുന്നത്? അപ്പോൾ റെഡും ബ്ലൂ ആണ്. അതിൻ്റെ റീസൺ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദ റീസൺ ഈസ് ദാറ്റ് മജന്ത ഈസ് എ സെക്കൻഡറി കളർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് പ്രൈമറി കളേഴ്സ് റെഡ് ആൻഡ് ബ്ലൂ, അല്ലേ? അതായത് ചുവപ്പ് നീലയാണ് വരുന്നത്. കാരണം എന്താണ്? മജന്ത എന്നത് ചുവപ്പ്, നീല എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന ദ്വിതീയ വർണ്ണമാണ്. ക്ലിയർ ആയല്ലോ? ഇനി ലാസ്റ്റ് വൈറ്റ് സ്ക്രീനിൽ എന്താണ് കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് റെഡ് ആൻഡ് ബ്ലൂ കളേഴ്സ് ഇൻ ദ വൈറ്റ് സ്ക്രീൻ. ഇത് ബി പാർട്ടാണ് കേട്ടോ. ഇത് എ ആണ്. റെഡ് ആൻഡ് ബ്ലൂ കളേഴ്സ് ഇൻ ദ വൈറ്റ് ലൈറ്റ് പാസസ് ത്രൂ മജന്ത ഫിൽറ്റർ. ഓൺലി ദ റെഡ് കളർ ദെൻ പാസസ് ത്രൂ ദ യെല്ലോ ഫിൽറ്റർ. അല്ലേ? യെല്ലോ ഫിൽറ്ററോടെ റെഡ് മാത്രമേ പോകത്തുള്ളൂ. ദ എമർജന്റ് റെഡ് കളർ ഈ ഓൾസോ പാസസ് ത്രൂ റെഡ് ഫിൽറ്റർ. ദ കളർ ദാറ്റ് ഫോൾസ് ഓൺ ദ വൈറ്റ് ബോൾ ഈസ് റെഡ് ആയിരിക്കും. ധവളപ്രകാശത്തിലെ ചുവപ്പ്, നീല എന്നീ വർണ്ണങ്ങൾ മജന്ത ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നു. നമ്മൾ പറഞ്ഞു ഇവയിലെ ചുവപ്പ് വർണ്ണം മാത്രമായിരിക്കും മഞ്ഞ ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നത്. പുറത്തു വരുന്ന ചുവപ്പ് എന്നാണ്? ചുവപ്പ് ഫിൽറ്ററിലൂടെ കടക്കുന്നു. അപ്പോൾ വെളുത്ത ചുമരിൽ പതിക്കുന്ന ഏത് നിറമായിരിക്കും? ചുവപ്പ് വർണ്ണം തന്നെ ആയിരിക്കും. മനസ്സിലാക്കുക കേട്ടോ. ഓരോരോ കേസ് മനസ്സിലാക്കുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കോമ്പിനേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. കോമ്പിനേഷൻ്റെ പെട്ടെന്ന് പഠിക്കാൻ ഞാനൊന്ന് ട്രയാങ്കിൾ വരച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ? GRB കേട്ടോ. GRB YMC ആ ഒരു ഓർഡറിൽ പഠിച്ചിരിക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഓർഡർ പോകുന്നത് കേട്ടോ. ഈ ഓർഡറിൽ പഠിച്ചിരിക്കുക. GRB YMC എന്നുള്ള രീതി പഠിച്ചിരിക്കുക. ഗ്രീനും റെഡും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് യെല്ലോ കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്ത മജന്ത കിട്ടുന്ന ബ്ലൂവും റെഡും കൂടെ ചേർന്നാണ്. പിന്നെ ബ്ലൂവും ഗ്രീനും കൂടെ ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? സയൻ കിട്ടുന്നത്. അപ്പോൾ ആ ഓരോ ഓർഡർ നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി പവർ ലോസ് ഓപ്പറേറ്റിംഗ് അറ്റ് 240 വോൾട്ട് ഹാസ് 3000 ടേൺസ് ഇൻ ദ പ്രൈമറി ആൻഡ് 750 ടേൺസ് ഇൻ ദ സെക്കൻഡറി. അതായത് എന്താണ്, 240 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ 300 ചുറ്റുകളും സെക്കൻഡറിയിൽ 750 ചുറ്റുകളും ഉണ്ട്. അപ്പോൾ പവർ ലോസ് എന്ന് പറയും, വിത്തൗട്ട് എനി പവർ ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അല്ലെങ്കിൽ പവർ നഷ്ടം, ആ ഒരു വേർഡ് കാണുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇൻപുട്ടിലത്തെ പവറും ഔട്ട്പുട്ടിലത്തെ പവറും എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. എന്താണ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡറി. സെക്കൻഡറിയിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഫ് ദ പവർ ഇൻ ദ സെക്കൻഡറി ഈസ് 480 വാട്ട് ഈസ് ദ പ്രൈമറി കറണ്ട്. സെക്കൻഡറിയിലെ പവർ 480 വാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറിയിലത്തെ കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക കേട്ടോ. അപ്പോൾ അതാ നോക്കിയാൽ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് തന്നിട്ടുണ്ട് 240 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 240 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രൈമറിയിലത്തെ വോൾട്ടേജ് ആണല്ലോ. അതായത് VP ഈസ് ഈക്വൽ ടു എത്രയാണ്, 240 തന്നിട്ടുണ്ട്, 240 വോൾട്ട്. പിന്നെ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഇല്ലേ, അതായത് NP എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3000 ഇല്ലേ, 3000 ടേൺസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലെ സെക്കൻഡറിയിലത്തെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 750 ഇല്ലേ, 750 ടേൺസ് ആണ്. ദെൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, സെക്കൻഡറി വോൾട്ടേജ് ആണ്, അതായത് VS ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ ഏതാണ്, VS ബൈ VP ഈസ് ഈക്വൽ ടു NS ബൈ NP. ഇതാണ് ഇക്വേഷൻ. അതുപോലെ നമുക്ക് VS കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് VS ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം, VP NS ഇല്ലേ, പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. VP NS ഡിവൈഡ് ബൈ എന്ത് വരും, NP എന്ന് വരും കേട്ടോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു VS ഈസ് ഈക്വൽ ടു VPയുടെ വാല്യൂ തന്നിട്ടുണ്ട് 240 ആണ്, ഇൻറ്റു NS എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 750 ആണ്, ഡിവൈഡ് ബൈ 3000. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യുക കേട്ടോ. അതായത് ഇവിടെ 0 ഇത് പോയി. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ. അതാന്ന് നോക്കിയാൽ ഇത് 24നെ നമുക്ക് 8 കൊണ്ട് 8 3 24, ഇത് എത്രയാണ്, 3 30 വരും. പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇവിടെ 5 വരും, ഇവിടെ എത്രയാണ്, 4 വരും ഇല്ലേ. പിന്നെ എത്രയാണ്, 75ഉം 5ഉം കൂടെ ക്യാൻസൽ ചെയ്യാമല്ലോ ഇല്ലേ. 75ഉം 5ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്, 15 വരും ഇല്ലേ, 15 വരും. ദെൻ 15 ഇൻറ്റു എത്രയാണ് വരുന്നത്, 15 ഇൻറ്റു 4 ആണ് വരുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്, 60 വരും ഇല്ലേ. 60 വോൾട്ടാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് നമുക്ക് കിട്ടി. ഇനി ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി പാർട്ട് ആണ് കേട്ടോ. ബി പാർട്ട് എന്നാണ്, പവർ ഇൻ ദ സെക്കൻഡറി ഈസ് 480 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് PS എന്ന് പറഞ്ഞിരിക്കുന്നത് 480 ആണെന്ന് തന്നിട്ടുണ്ട്, 480 വാട്ടാണ്. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് എ പ്രൈമറി കറണ്ട്, IP ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അറിയാവുന്ന കാര്യം ഏതാണ്, പവർ ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി ആണ്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. പ്രൈമറിയിലത്തെ പവറിനെ നമുക്ക് എങ്ങനെ എഴുതാം, VP ഇൻറ്റു IP എന്ന് എഴുതാം. സെക്കൻഡറിയിലത്തെ പവറിനെ നമുക്ക് VS ഇൻറ്റു IS എന്ന് എഴുതാം. നമുക്ക് ഏതാണ്, IP അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം IP ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, VS IS ഡിവൈഡഡ് ബൈ എന്ത് വരും, VP എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് സെക്കൻഡറിയിലത്തെ പവർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അതായത് VS IS ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, 480 തന്നിട്ട് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 480 ഡിവൈഡ് ബൈ VP എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, VP എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലത്തെ വോൾട്ടേജ്, അതായത് 240 ആണെന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 2 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൈമറിയിലത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ 2 ആംപിയറും ആണ്. കിട്ടിയല്ലോ. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഏതാണ്, ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പവർ ഈക്വൽ ആയിരിക്കും, സെക്കൻഡറിയിലത്തെയും പ്രൈമറിയിലത്തെയും പവർ ഈക്വൽ ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, തേർഡ് വൺ. An electric heating appliance marked 800 watt 240 volt operates for 10 minutes. Calculate the quantity of the heat produced. What will be the power of the appliance if the voltage is 112 volt? അതായത് 800 വാട്ട് 240 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വൈദ്യുത ഉപകരണം 10 മിനിറ്റ് പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന താപത്തിൻ്റെ അളവ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വോൾട്ടേജ് 120 വോൾട്ട് ആയാൽ ഉപകരണത്തിൻ്റെ പവർ എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാം അല്ലേ. അപ്ലയൻസിൻ്റെ പവർ തന്നിട്ടുണ്ടല്ലേ. പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 800 വാട്ടാന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ വോൾട്ടേജ് എത്രയാണ്, 240 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ആണ്. മിനിറ്റ് എന്ന് കണ്ടാൽ അന്നേരം തന്നെ നിങ്ങൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം കേട്ടോ. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 600 സെക്കൻഡ് എന്ന് കേട്ടോ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആദ്യമേ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്, H ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഹീറ്റ് കണ്ടുപിടിക്കാൻ എന്താ പവർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വിയും ഉണ്ട് ടിയും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? H = P × T എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാമല്ലോ. പവർ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാം. പവർ എത്രയാണ്? 800 ആണ്. ടി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 600 ആണ് അല്ലേ. അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 48. പിന്നെ എത്രയാണ്? ഒരു 4 പൂജ്യം കൂടെ വരും അല്ലേ. എത്ര വരും? അതായത് 4,80,000 ജൂൾ എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പോൾ അത്രയാണ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതി കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത ബി പാർട്ട് എന്താണ്? വാട്ട് വിൽ ബി ദ പവർ ഓഫ് ദ അപ്ലയൻസ് ഇഫ് ദ വോൾട്ടേജ് ഈസ് 120 വോൾട്ട്. വോൾട്ടേജ് 120 വോൾട്ടിലാവുകയാണെങ്കിൽ അതിൻ്റെ പവർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ വോൾട്ടേജ് ഇവിടെ എത്രയാണ്? 240 അതിൻ്റെ വോൾട്ടേജ് അതിൻ്റെ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് 800 വാട്ട് വന്നു. അപ്പോൾ വോൾട്ടേജ് ഇവിടെ എത്രയാണ്? 120 ആവുകയാണെങ്കിൽ വോൾട്ടേജ് 120 ഇല്ലേ. 120 അതിൻ്റെ പവറാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ. അപ്പോൾ പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം ഇല്ലേ. അപ്ലയൻസിൻ്റെ റെസിസ്റ്റൻസ് വ്യത്യാസം വരുന്നില്ല, അവിടെ വോൾട്ടേജ് ആണ് വേരി ചെയ്തത്. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ ഏതാണ്? പവർ P ഈസ് ഈക്വൽ ടു V²/R അല്ലേ. അത് വെച്ച് നമുക്ക് R കണ്ടുപിടിക്കാം. അതായത് V²/P അല്ലേ. അതായത് 240 വർക്ക് ചെയ്യുന്ന കേട്ടോ, 240 വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും 120 വോൾട്ടിലും വർക്ക് ചെയ്യുമ്പോഴാണ് റെസിസ്റ്റൻസ് പറഞ്ഞത്. റെസിസ്റ്റൻസിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പം 240 × 240 ഡിവൈഡ് ബൈ, അപ്പോൾ അതിൻ്റെ പവർ എത്രയാണ്? 800 അല്ലേ. 800 ആണ്. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാം. 8ഉം ഇതും പോയി 3 വരും. 24 × 3 എന്ന് വരുമ്പം എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഓം എന്ന് വരും. റെസിസ്റ്റൻസ് എത്രയാണ്? 72 ഓം. അപ്പം ആ 72 ഓം തന്നെയായിരിക്കും. ആ റെസിസ്റ്റൻസിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല, അപ്ലയൻസിൻ്റെ റെസിസ്റ്റൻസ് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അതിൻ്റെ വോൾട്ടേജ് വേരി ചെയ്യുമ്പോൾ ഉള്ള പവർ കണ്ടുപിടിക്കണം. അപ്പോൾ തന്നെ നോക്കിയാൽ പവറിൻ്റെ ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു V²/R ആണ്. വാല്യൂസ് എത്രയാണ് വരുന്നത്? വോൾട്ടേജ് ഇവിടെ 120 അല്ലേ. അപ്പോൾ 120 × 120 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 72 ആണ്. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നവർ ക്യാൻസൽ ചെയ്യാം കേട്ടോ. നമുക്കിവിടെ 2 കൊണ്ട് പറ്റും. അപ്പോൾ എത്ര വരും? 60 വരും അല്ലേ. ഇവിടെ 60 വരും. ഇവിടെ എത്ര വരുന്നത്? 36 വരും. പിന്നെ നമുക്ക് 2 കൊണ്ട് പറ്റുമല്ലോ. എത്ര വരും? 18 ഇവിടെ വരും. എത്ര വരും? 30 വരും അല്ലേ. പിന്നെ നമുക്ക് പോകാം, 2 കൊണ്ട് തന്നെ പോകാം കേട്ടോ. അപ്പം ഇവിടെ 15 വരും. ഇവിടെ എത്രയാണ് വരുന്നത്? 9ഉം വരും അല്ലേ. അപ്പം പിന്നെ ഇതാ നോക്കുക, ഇവിടെ 3 വരും. ഇവിടെ എത്രയാണ് വരുന്നത്? 5ഉം വരും ഇല്ലേ. പിന്നെ നോക്കുക, ഈ 3ഉം 112ഉം കൂടെ പറ്റുമല്ലോ. അപ്പോൾ 40 വരും ഇല്ലേ. 40 വരുമ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 200 എന്ന് വരും കേട്ടോ. 200 വാട്ട്. പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 200 വാട്ടാണ് വരുന്നത്. അതായത് 120 വോൾട്ടിൽ കേട്ടോ, 120 വോൾട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ എത്രയാണ്? 200 വാട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. A heating appliance is marked 1000 watt 230 volt. What does it mean? ഒരു ഹീറ്റിംഗ് അപ്ലയൻസ് ആണ്. അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? 1000 വാട്ടെന്നും 230 വോൾട്ട് എന്നുമാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 ആണ്. അപ്പോൾ 230 പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ അത് വർക്ക് ചെയ്യുന്ന പവർ എത്രയാണ്? 1000 വാട്ട് പവർ. 1000 വാട്ട് പവറിൽ അത് വർക്ക് ചെയ്യുന്നു. അതായത് 230 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ 230 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉള്ളപ്പോൾ ആ ഉപകരണത്തിൻ്റെ പവർ എത്രയായിരിക്കും? 1000 വാട്ട് ആയിരിക്കും. അങ്ങനെ എഴുതണം കേട്ടോ. ഇനി വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദിസ് അപ്ലയൻസ്? ഈ അപ്ലയൻസിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പവർ തന്നിട്ടുണ്ട് അല്ലേ. പവർ 1000 ആണ്. 1000 വാട്ട്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 230 ആണ്. അപ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് ആണ് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ. പവറും വോൾട്ടേജ് ഉണ്ടല്ലോ, അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. അതായത് P ഈസ് ഈക്വൽ ടു V²/R വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. R ഈസ് ഈക്വൽ ടു V²/P ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു R ഈസ് ഈക്വൽ ടു V² എന്ന് പറയുമ്പം 230 × 230 ഡിവൈഡ് ബൈ പവർ 1000 ആണ് അല്ലേ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്യുക കേട്ടോ. പിന്നെ വരുന്ന ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. വരുന്ന ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 52.9 ഓം എന്ന് വരും കേട്ടോ. അപ്പം റെസിസ്റ്റൻസ് എത്ര വരും? 52.9 ഓം എന്ന് വന്നു. മനസ്സിലായല്ലോ. ഇനി എന്താണ്? ഇത് ചേഞ്ച് ദ ലേബലിംഗ് ഓഫ് ദ സെയിം ഡിവൈസ് ആസ് 250 വാട്ട് എക്സ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അതായത് ഈ ഉപകരണത്തിൻ്റെ ലേബലിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. 250 വാട്ടെന്നും എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇപ്പം ആദ്യമേ ലേബൽ ചെയ്ത് 1000 വാട്ട് 230 വോൾട്ട് എന്നല്ലേ. അത് അതിൻ്റെ ലേബൽ മാറ്റിച്ച് 250 വാട്ടെന്നും എക്സ് എന്ന് എഴുതി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടുത്തെ പൊട്ടൻഷ്യൽ ആയിരിക്കുമല്ലോ
അല്ലേ? എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടുത്തെ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പവർ തന്നിട്ടുണ്ട് എത്രയാണ്? 250 വാട്ടും തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ വോൾട്ടേജ് കണ്ടുപിടിക്കാമല്ലോ. അതായത് പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ വെച്ച് കണ്ടുപിടിക്കാമല്ലോ. ആർ നമുക്ക് ഓൾറെഡി കിട്ടി ഇല്ലേ? പവർ പറയാം. അപ്പോൾ വി സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ എന്ന് എഴുതാം. പവർ 250 ആണ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് 52.9 ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ 13225 എന്ന് വരും. അതായത് വി സ്ക്വയർ ആണ് കേട്ടോ വന്നത്. അപ്പോൾ വി എത്ര വരും? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇല്ലേ? റൂട്ട് ഓഫ് 13225. എൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്നത് 115 എന്നാണ് കേട്ടോ. 115 വോൾട്ട് എന്ന് വരും. അപ്പോൾ വോൾട്ടേജ് എത്രയാണ്? 115 എന്ന് കിട്ടി. അപ്പം എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് സ്റ്റാൻഡ്സ് ഫോർ വോൾട്ടേജ് ആണ് കേട്ടോ. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജ് ആണ്. ഇവിടെ എഴുതണം കേട്ടോ. ഹിയർ എക്സ് ഈസ് വോൾട്ടേജ് കേട്ടോ. എക്സ് സ്റ്റാൻഡ്സ് ചെയ്തിരിക്കുന്നത് ഇതിനെയാണ്, വോൾട്ടേജിനെയാണ്. ഓക്കെ ആണല്ലോ. ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വെൻ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 230 വോൾട്ട് ദ ഡിവൈസ് വർക്ക്സ് വിത്ത് എ പവർ ഓഫ് 1000 വാട്ട്. 230 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉള്ളപ്പോൾ ആ ഉപകരണത്തിൻ്റെ പവർ എങ്ങനെയായിരിക്കും? 1000 വാട്ട് പവർ ആയിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കേട്ടോ. നോക്കി എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ വർക്കിംഗ് ഓഫ് എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ കേട്ടോ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ട ചുവടെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദ ഡിവൈസ്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? മോട്ടോർ പ്രിൻസിപ്പിൾ ഇല്ലേ? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. മോട്ടോർ പ്രിൻസിപ്പിൾ. Then name the parts of a moving coil loudspeaker that reproduces sound with clarity. അതായത് ഉപകരണം ഉണ്ടല്ലോ, അതായത് വ്യക്തതയോടെ ശബ്ദം പുനഃസൃഷ്ടിക്കുന്ന ഭാഗങ്ങളുടെ പേര് എഴുതാൻ. ഏതൊക്കെയാണ്? വോയിസ് കോയിൽ ഉണ്ട് അല്ലേ? വോയിസ് കോയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഏതാണ്? വോയിസ് കോയിലും ഡയഫ്രോം ഇല്ലേ? വോയിസ് കോയിലും ഡയഫ്രോം ആണ് അവിടെ സൗണ്ട് ക്ലാരിറ്റിയോടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ്? ഇതിൽ നടക്കുന്ന എനർജി കൺവേർഷൻ കേട്ടോ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ട് അത് അറിഞ്ഞിരിക്കണം. ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എനർജി കൺവേർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഇലക്ട്രിക് എനർജിയിലെ ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. പിന്നെന്താണ്? സൗണ്ട് എനർജി. പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ എനർജി എന്താണ്? സൗണ്ട് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നോക്കട്ടെ, ആൻസർ കൊടുത്തിട്ടുണ്ട്. മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്, വോയിസ് കോയിലും ഡയഫ്രോം ആണ്, പിന്നെ എനർജി കൺവേർഷനും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കറന്റ് carrying solenoid is stretched to increase the distance between the coil. What change will occur in the magnetic field? Increase or decrease? അതായത് വൈദ്യുതി പ്രയോഗിക്കുന്ന ഒരു സോളിനോയിഡ് ആണ്, അതിനെ നമ്മൾ വലിക്കുക. അപ്പോൾ ചുരുളുകൾ തമ്മിലുള്ള അകലം അവിടെ വർദ്ധിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന് എന്താ അവിടെ സംഭവിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് കൂടുവോ കുറയുവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ വലിക്കുക. അപ്പം അതിൻ്റെ കോയിലിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? കോയിലിനുള്ളിൽ ഓരോ കോയിലിനുണ്ടല്ലോ, ഓരോ കോയിലിനും നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ? അപ്പോൾ ചുരുളുകൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? യൂണിറ്റ് പരപ്പളവിലുള്ള കാന്തിക മണ്ഡല രേഖകളിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ യൂണിറ്റ് പരപ്പളവിലുള്ള കാന്തിക മണ്ഡല രേഖകളുടെ എണ്ണം അവിടെ കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് സോളിനോട് ഇങ്ങനെയല്ലേ, സോളിനോട് ഇങ്ങനെ ഇരിക്കുന്ന സോളിനോട് നമ്മളിങ്ങനെ വലിച്ചു നീട്ടും. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മളൊരു യൂണിറ്റ് പരപ്പളവിൽ അല്ലെങ്കിൽ യൂണിറ്റ് ലെങ്തിലുള്ള നമ്പർ ഓഫ് ടേൺസിനെയല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണ് സംഭവിക്കുന്നത്? അതിനവിടെ കുറയുവല്ലേ ചെയ്യുന്നത്. ആ യൂണിറ്റ് ലെങ്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഡിക്രീസ് ചെയ്യും കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് സംഭവിക്കുന്നത്? കുറയുവാണ് ചെയ്യുന്നത്, ഡിക്രീസസ്. റീസൺ മനസ്സിലായല്ലേ? അപ്പോൾ ചുരുളുകൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? യൂണിറ്റ് പരപ്പളവിലുള്ള മണ്ഡലരേഖകളുടെ എണ്ണം അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ റീസൺ. കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൻസർ. ദ ഡിക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഡിക്രീസ് അല്ലേ ഓൺ ഇൻക്രീസിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽ. ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് വിൽ ഡിക്രീസ് അല്ലേ? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് അവിടെ കുറയും. സോ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അവിടെ എങ്ങനെയാണ്? ഡിക്രീസ് ചെയ്യും. ചുരുളുകൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുമ്പോൾ യൂണിറ്റ് പരപ്പളവിലുള്ള മണ്ഡലരേഖകളുടെ എണ്ണം കുറയുന്നതാണ് കാന്തിക ശക്തി കുറയാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടർ കേട്ടോ. ഇലക്ട്രിക് മോട്ടർ ആണ് കാണുമ്പോൾ നമുക്കറിയാം ഇല്ലേ? സ്പ്ലിറ്റ് റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നോക്കുക. ഈ കറന്റ് ഫ്ലോസ് ആർ ഷോൺ ഇൻ ദ ഫിഗർ അല്ലേ? കറന്റ് ഫ്ലോ ചെയ്യുന്ന ഫിഗറിൽ നോക്കുക കേട്ടോ. വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദി ആർമേച്ചർ? ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. കറന്റ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്താണെന്ന് നോക്കി ഇങ്ങനെയാണ് അല്ലേ? കറന്റ് ഇതിന് വഴി പോയിട്ട്
കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആർമേച്ചർ റൊട്ടേഷൻ എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുക. കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. കറണ്ട് ഉള്ളിലേക്കാണ് പോകുന്നത് അല്ലേ? കറണ്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ടാണ്, നോർത്ത് ടു സൗത്ത് ആണ്. അപ്പം നമ്മുടെ എന്താണ് തമ്പ് ഇൻഡിക്കേറ്റ്സ് അല്ലേ? തമ്പ് എങ്ങോട്ടായിരിക്കും? കറണ്ട് അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പോൾ തമ്പ് എങ്ങോട്ടായിരിക്കും? തമ്പ് ഡൗൺവേർഡ് ആയിട്ടായിരിക്കും അല്ലേ? അപ്പോൾ ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ ഇതെങ്ങോട്ടാണ്? അത് ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലേ? ഇങ്ങനെയെന്ന് പറയുമ്പോൾ എന്താണ്? ഏത് ഡയറക്ഷനിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിൽ ചോദിക്കാം കേട്ടോ. ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ആണോ അപ്വേർഡ് ആണോ എന്നൊക്കെ ചോദിക്കാം. മനസ്സിലാക്കിയിരിക്കും കേട്ടോ. അപ്പോൾ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഡൗൺവേർഡ് ആകുമ്പോൾ ഇത് താഴോട്ട് പോകും. താഴോട്ട് വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും അത് മൂവ് ചെയ്യുന്നത്? അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരിക്കും. ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മുടെ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയാം കേട്ടോ. യൂസിങ് ഫ്ലെമിങ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇൻ ദ സൈഡ് എ ബി ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ആണ്. കറണ്ട് എങ്ങനെയാണ്? എ ടു ബി ആണ്. അങ്ങനെ എഴുതണം കേട്ടോ. സോ തമ്പ് ഇൻഡിക്കേറ്റ്സ് എ ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലേ? അറ്റ് ദ എ ബി സൈഡിൽ തമ്പ് ഡൗൺവേർഡ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പം ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. Then name the parts marked as R1 and R2. What is its function? R1 R2 ഇല്ലേ? R1 R2 ഏതാണ്? എന്താണ് R1 R2? സ്പ്ലിറ്റ് റിംഗ് ആണല്ലേ? സ്പ്ലിറ്റ് റിംഗ് ആണ്. R1 R2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? സ്പ്ലിറ്റ് റിംഗ് ആണ് കേട്ടോ. ജനറേറ്ററിൽ വരുമ്പോഴാണ്, കേസിൽ വരുമ്പോൾ സ്ലിപ്പ് റിംഗ് വരും ഇല്ലേ? അപ്പം മോട്ടറിൻ്റെ കേസിലൊക്കെ വരുമ്പോൾ ഏതാണ്? സ്പ്ലിറ്റ് റിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എന്താണ്? ഡയറക്ഷൻ അല്ലേ? ആ കോയിലിൽ കൂടെയുള്ള ഓരോ ഹാഫ് റൊട്ടേഷന് ശേഷം കോയിലിൽ കൂടെയുള്ള കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിക്കുന്നത്. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ആണ് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ എന്തുകൊണ്ടാണെന്ന് കേട്ടോ? യൂസിങ് ഫ്ലെമിംഗ് ഹാൻഡ് റൂൾ ഇൻ ദ സൈഡ് എ ബി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്, കറണ്ട് ഫ്ലോയിങ് ഫ്രം എ ടു ബി. സോ തമ്പ് ഇൻഡിക്കേറ്റ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ അറ്റ് ദ സൈഡ് എ ബി. ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. R1 R2 സ്പ്ലിറ്റ് റിംഗ്സ് ആണ്. ദ സ്പ്ലിറ്റ് റിംഗ്സ് ഹെൽപ്സ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ത്രൂ ദ കോയിൽ ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ അല്ലേ? ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും സർക്യൂട്ടിലെ വൈദ്യുതപ്രവാഹദിശ മാറ്റാൻ സഹായിക്കുന്ന ആരാണ്? നമ്മുടെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫിഗർ ഷോസ് ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ സോളിനോയിഡ് കണക്റ്റഡ് ടു എ ബാറ്ററി ഇല്ലേ? കാണുമ്പോൾ അറിയാമല്ലേ? ഒരു സോളിനോയിഡ് ആണ്, അത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഡയഗ്രാം നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ നോക്കിയേ. ഐഡന്റിഫൈ ദ പൊളാരിറ്റി ഓഫ് NDA വെൻ ദ സർക്യൂട്ട് ഈസ് സ്വിച്ച്ഡ് ഓൺ. സർക്യൂട്ട് സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോൾ NDAയിലെ പൊളാരിറ്റി എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്താ നോക്കുക. ഇങ്ങനെയാണല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ നോക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ? ഇവിടെ എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത് അല്ലേ? ഇവിടെ നമുക്ക് മനസ്സിലാക്കിയാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, കറണ്ടിൻ്റെ ദിശയിൽ 4 വിരലുകൾ ഇങ്ങനെ ചുറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? വലത് കൈ കൊണ്ട് നമ്മൾ ചുറ്റി പിടിക്കുക. അപ്പോൾ പെരുവിരൽ എങ്ങനെയായിരിക്കും? നോർത്ത് പോളിനെ ഡയറക്റ്റ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം NDA എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായിരിക്കും? നോർത്ത് ആയിരിക്കും. NDA എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? നോർത്താണ്. Then suggest a method to change the polarity of the NDA. NDAയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ബാറ്ററി നമ്മൾ റിവേഴ്സ് ചെയ്യുക ഇല്ലേ? ടെർമിനൽസ് ഓഫ് ദ ബാറ്ററി മാറ്റുക. അല്ലെങ്കിൽ എന്താണ്? കറണ്ട് ഫ്ലോ അല്ലേ? അതായത് ബാറ്ററി മാറ്റാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? കറണ്ട് ഫ്ലോ അവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്കുക, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദി അല്ലെങ്കിൽ പൊളാരിറ്റി ഓഫ് ദി ബാറ്ററി എന്ന് പറയാം. ആണല്ലോ. ഇനി റൈറ്റ് ഡൗൺ എനി 2 മെത്തേഡ്സ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ്. അപ്പം ഇതിൻ്റെ സ്ട്രെങ്ത് ഇല്ലേ? കറണ്ട് വൈദ്യുതപ്രവാഹിയായ സോളിനോയിഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക ഇല്ലേ? പറഞ്ഞായിരുന്നു നമ്പർ ഓഫ് ടേൺസ്, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്ത് പറയാം? ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദി കറണ്ട് എന്ന് കൂട്ടാം. അതുപോലെ തന്നെ എന്താണ്? യൂസ് സോഫ്റ്റ് ആൻഡ് കോർ അല്ലേ? സോഫ്റ്റ് ആൻഡ് കോർ ഉപയോഗിക്കാം അല്ലേ? സോഫ്റ്റ് ആൻഡ് കോർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും. ആൻസർ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നോർത്ത് പോളാണ്. ബാറ്ററി ടെർമിനൽ മാറ്റി കൊടുക്കുക. പിന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ, ഇൻക്രീസ് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഫ്ലോ, യൂസ് സോഫ്റ്റ് ആൻഡ് കോർ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും മാഗ്നറ്റിക് സ്ട്രെങ്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ്. ഇലക്ട്രിക് ആൻഡ് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഇലക്ട്രിക് മോട്ടോർ ഏതാണ്? മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലേ? ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. 1 മാർക്കിൻ്റെ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നഷ്ടമാകുന്നത്
1 മാർക്കാണ് കേട്ടോ, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. റേ ഡയഗ്രം ഓഫ് ദി ഇമേജ് ഫോർമേഷൻ ഓഫ് ദി ഹ്യൂമനൈഡ് ഇമേജ് ഫോർമേഷൻ റേ ഡയഗ്രം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഫിഗർ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക. വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ്സ് ഐ വിത്ത് ഷോർട്ട് സൈഡ്നെസ്? സൈഡ്നെസ് കാണിക്കുന്ന ഫിഗർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇമേജ് കറക്റ്റായിട്ട് റെറ്റിനെ വരുവാണെങ്കിൽ അതാണ് കുഴപ്പമൊന്നുമില്ല അല്ലേ. പിന്നെ റെറ്റിനയുടെ ഫ്രണ്ടിലും വരാം, റെറ്റിനയുടെ ബാക്കിലും വരാം ഇമേജ് ഇല്ലേ. ഷോർട്ട് സൈഡ്നെസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? റെറ്റിനയുടെ ഫ്രണ്ട് ഭാഗത്താണ് ഇല്ലേ, ഇവിടെയാണ് ഇമേജ്. അത് ബി ആണ് കേട്ടോ. ഷോർട്ട് സൈഡ്നെസ് വരുന്ന ഫിഗർ ഏതാണ്? ബി ആണ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദിസ് ഡിഫക്റ്റ്? ഈ അതായത് ഷോർട്ട് സൈഡ്നെസ് വരാനുള്ള കാരണം ഇല്ലേ, ഷോർട്ട് സൈഡ്നെസ് അല്ലെങ്കിൽ മയോപ്പിയ വരാനുള്ള കാരണം എന്ന് ചോദിക്കാം. എന്താണ് റീസൺസ് എന്ന് ചോദിക്കുന്നത്? ഒന്നുകിൽ ഐബോളിൻ്റെ സൈസ് കൂടുതലാവാം. നമ്മൾ പഠിച്ചാണല്ലേ, സൈസ് ഓഫ് ദി ഐബോൾ ലാർജർ ആവാം. സൈസ് ഓഫ് ദി ഐബോൾ എന്ന് പറയാം കേട്ടോ, സൈസ് ഓഫ് ദി ഐബോൾ. പിന്നെ എന്ത് പറയാം? പിന്നെ ഫോക്കൽ ലെന്ത് ഇല്ലേ, ഫോക്കൽ ലെന്ത് നമുക്കവിടെ ഡിക്രീസ് ചെയ്യുന്ന റീസൺ വരാം. പിന്നെ ഇങ്ങനെയാണെങ്കിൽ ലെൻസിൻ്റെ പവർ ഇല്ലേ, ലെൻസിൻ്റെ പവർ എങ്ങനെയാണ്? കൂടുതലായിട്ട് വരാം അല്ലേ, പവർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ റീസൺ കൊണ്ടൊക്കെയാണ് ഈ ഡിഫക്റ്റ് വരാനുള്ള കാരണം. ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? കോൺകേവ് ലെൻസ് ഇല്ലേ, ഷോർട്ട് സൈഡ്നെസ് നമുക്ക് പരിഹരിക്കുന്നത് എങ്ങനെയാണ്? കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പരിഹരിക്കുന്നത്. പഠിക്കണം കേട്ടോ. ആൻസർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ ബി ആണ് ഷോർട്ട് സൈഡ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന റീസൺ കേട്ടോ, അത് പഠിക്കണം. സൈസ് ഓഫ് ദ ഐബോൾ ലാർജർ ആവാം, ഫോക്കൽ ലെന്ത് ഓഫ് ദ ലെൻസ് ഡിക്രീസ് ചെയ്യാം, പവർ ഓഫ് ദ ലെൻസ് കൂടുതലാവാം. ക്ലിയർ ആയല്ലോ. പിന്നെ ബൈ യൂസിങ് കോൺകേവ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ, അനുയോജ്യമായ പവറുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്കിത് പരിഹരിക്കാൻ സാധിക്കും. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ പഠിക്കണം കേട്ടോ. നിങ്ങൾ ഒരെണ്ണം പോലും വിട്ടുകളയല്ലേ. ഒന്നുകിൽ ഇത് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഇതേ ഫോർമാറ്റിലുള്ള പലതരത്തിൽ ചോദിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ മനസ്സിലാക്കി, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. വെറുതെ കാണാൻ പഠിക്കില്ല. ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് അത് അതേപടി കാണാൻ പഠിക്കുകയല്ല വേണ്ടത്. അവിടുത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എപ്പോഴും ആൻസർ റിസൾട്ട് എപ്പോഴും യൂണിറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ, അതൊക്കെ നിർബന്ധമാണ്. ഇക്വേഷൻ ഉണ്ടായിരിക്കണം, മാർക്കുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മാർക്കുണ്ട്. റിസൾട്ട് അല്ലെങ്കിൽ ആൻസർ വിത്ത് യൂണിറ്റും കൂടെ വരുമ്പോഴാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടുന്നത്. പഠിക്കുക കേട്ടോ. പിന്നെയും ക്വസ്റ്റ്യൻസുകളുണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക്